ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ചന്ദ്രോദയത്തിലെ ഭരണം ആണുങ്ങൾ ഏറ്റെടുത്തിരിക്കുക. ആണുങ്ങളെല്ലാവരും നല്ല അടിപൊളി കറിയൊക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് മേശപ്പുറത്ത് വന്നപ്പോഴേക്കും ഒരു ദോശ അവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മുടെ സച്ചി എടുത്ത് ഈ ദോശ നോക്കി. ഇതാരുണ്ടാക്കിയതാടാന്ന് ചോദിച്ചു. അപ്പോൾ സ്തുതി പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെന്താടാ ദോശയുടെ നടുക്ക് ടാറാണോ എന്ന് ചോദിക്കുമ്പം ഇത് ടാറല്ല, ഒരു വെറൈറ്റി ദോശയാണ്, ഒരു കാർബൺ ദോശ എന്ന് പറയുമ്പോൾ ഇത് കാർബൺ ദോശയൊന്നും അല്ല, ഇത് കരിഞ്ഞു പോയ ദോശയാണെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇത് കേട്ട് ചിരിച്ച് സുധിയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് പാത്രത്തിലേക്ക് ഫുഡ് എടുത്ത് വെക്കുക. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, അതെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്താണെന്ന്. ആരും ഭക്ഷണം തനിയെ കഴിക്കാൻ പാടില്ലെന്നും എല്ലാവർക്കും ഭാര്യമാർ വാരി കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ അച്ചമ്മേ എന്ന് ശ്രീകാന്ത്. ബ്രേക്ക്ഫാസ്റ്റ് അച്ഛമ്മ റൊമാൻറ്റിക്കായിട്ട് മാറ്റിയല്ലേ എന്ന് ചോദിക്കുമ്പം ആക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കാതെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അച്ഛൻ അതിനൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചാടി കയറി ചോദിക്കുകയാണ്, അമ്മയുടെ അത് ലവ് മാരേജ് ആയിരുന്നോ? അപ്പോൾ പോടി അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അച്ഛമ്മയ്ക്കാണ് ഭയങ്കര നാണം. അച്ഛമ്മ ഇങ്ങനെ നാണം കുണുങ്ങി ഇരിക്കുമ്പം നോക്കിയേ അച്ഛമ്മയുടെ നാണം കണ്ടോ, ഒരു 16-കാരിയെ പോലെ എന്നും പറഞ്ഞ് ശ്രീകാന്ത്. അപ്പോൾ ഇങ്ങനെ ഒരു നാണം ഞാൻ ഇതുവരെ അച്ഛമ്മയുടെ മുഖത്ത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അച്ഛമ്മയുടേത് ലവ് മാരേജ് തന്നെ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുക സച്ചി. എനിക്ക് ആരോടും ഒരു ലവ് ഉണ്ടായിരുന്നില്ലെന്നും പക്ഷേ അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നു എന്ന് നമ്മുടെ അച്ഛമ്മ പറയാം. അമ്പടി ഗള്ളി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് നമ്മുടെ അച്ഛമ്മയെ വാരിക്കൊണ്ടിരിക്കും കേട്ടോ. അച്ഛനും അമ്മയും കൂടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാതെയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് വലിയതൊന്നും തോന്നുന്നില്ല. എൻ്റെ അച്ഛൻ വയലിൽ പണിയെടുക്കുമ്പോഴേ ഞാൻ കഞ്ഞി കൊണ്ടുപോകാറുണ്ടായിരുന്നെന്നും എന്നും ഞാൻ പോകുന്ന സമയം നോക്കിയേ അദ്ദേഹം വഴിയിൽ കാത്തു നിൽക്കുമായിരുന്നു എന്നൊക്കെ അച്ഛമ്മ പറയാം. എൻ്റെ പിറകെ വരുമായിരുന്നു. അങ്ങനെ പണ്ടത്തെ കഥകൾ അച്ഛമ്മ പറയുന്നത് കേട്ട് എല്ലാവരും അന്തം പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം പെണ്ണ് ചോദിച്ചെന്ന് പറഞ്ഞു. അച്ഛമ്മ ഓക്കെ പറഞ്ഞല്ലേ? അപ്പോൾ അച്ചമ്മയ്ക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കുമ്പം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ സമ്മതം മൂളൂ എന്ന് ചോദിച്ചു അച്ചമ്മ. ഓ അങ്ങനെ എന്നും പറഞ്ഞൊക്കെ ഇരിക്കുക കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും. അല്ല, ഈ കഥ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. അപ്പോൾ അച്ഛൻ റോമിയോണ്, അച്ചമ്മ ജോലി ഏറ്റുവാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോടി അവിടുന്ന് ഓരോന്ന് എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ വർഷയോട് പറയുക. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ രവിയേട്ടന് ചിരി വന്നു. രവിയേട്ടൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്ര രവിയേട്ടനെ നോക്കുക. അപ്പോൾ രവിയേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കുവാണ് ചന്ദ്രനെ നോക്കാതെ. അപ്പോൾ അച്ഛനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ അച്ഛമ്മ ഊട്ടിലായിരുന്നു എന്ന് ശ്രീകാന്ത് ചോദിച്ചേ. പിന്നെ ഇല്ലാതെ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി എന്നെ ഊട്ടുമായിരുന്നു. വിഷമിക്കാതെ അച്ഛമ്മ, ഇപ്പോൾ ഞാൻ അച്ഛമ്മയെ ഊട്ടാം, എന്താ പോരെന്ന് ചോദിച്ചു. അങ്ങനെ സച്ചി അച്ഛമ്മയ്ക്ക് വാരി കൊടുക്കുക. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും ഇങ്ങനെ അച്ഛനെയും അമ്മയും നോക്കി. അപ്പോൾ വർഷ ചോദിച്ചു, അച്ഛനും അമ്മയും പരസ്പരം എന്താ ഊട്ടുന്നില്ലല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം അങ്കിളിനോട് ആൻറ്റി ഊട്ടാൻ പറയാൻ വർഷ അവിടെ ഇരുന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അവരെ തന്നെ നോക്കുവാണേ. അന്നേരം ഞാൻ കഴിച്ചു കഴിഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ അതിനച്ഛന് കഴിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടുന്ന് അങ്ങ് അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സങ്കടത്തോടെ ഇങ്ങനെ അവരെ രണ്ടുപേരെയും നോക്കും. അപ്പോൾ പ്രശ്നം തീർന്നിട്ടില്ല എന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലായി. ചന്ദ്രമതിക്കും ഭയങ്കര വിഷമം. ചന്ദ്രമതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അച്ഛനെ നിർബന്ധിച്ചെങ്കിലും അച്ഛനമ്മ ഊട്ടിയതിന് അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നും തണുത്ത് വരുന്നതല്ലേ ഉള്ളൂ, ശരിയായിക്കോളൂ എന്നും അച്ഛമ്മ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു. ചന്ദ്രമതിക്ക് അതൊക്കെ ഭയങ്കര ഒരു വിഷമമായിട്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും മിണ്ടാതിരുന്നോ മിണ്ടിയില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ എല്ലാവരും വാരി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ കൊണ്ട് വാരി കൊടുപ്പിക്കുന്നു. അച്ഛമ്മ എന്തായാലും ചന്ദ്രയെ നോക്കുന്നു. ചന്ദ്രൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞ് രേവതി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകുകയാണ്. കഴിക്കാൻ എല്ലാവരും മേശപ്പുറത്ത് ഒരുമിച്ച് ഇരുന്ന് പാത്രം കഴുകുക, രേവതി മാത്രം വെച്ചാൽ. അങ്ങനെ രേവതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വരിക. സച്ചി അങ്ങോട്ടേക്ക് വന്നപ്പോൾ രേവതിയേ അച്ഛൻ്റെ അമ്മയുടെയും പിണക്കമൊക്കെ മാറി, അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കാർ മേടിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. സമാധാനം, നേരത്തെ നോക്കി വെച്ച കാറ് തന്നെയല്ലേ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അതല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാറെന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ സച്ചിയേട്ടനും അത് തന്നെയല്ലേ ഇഷ്ടമായത്? അതാണ് നമ്മുടെ മനപ്പൊരുത്തം എന്നാൽ രേവതി സച്ചിയോട് പറയാം. അതല്ല, അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ വിലയൊന്നും പറഞ്ഞിരുന്നില്ല. കാർ ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കത് വാങ്ങിക്കാം, വിലയൊന്നും നോക്കണ്ട എന്ന് സച്ചി പറയാം. അതിന് മാത്രം കാശുണ്ടോ നമ്മുടെ കയ്യിൽ? ആകെ 2 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം ആദ്യം 2 ലക്ഷം കൊടുത്താൽ മതി, ബാക്കി ലോണാക്കാമെന്ന് സച്ചി രേവതിയോട് പറയാം കേട്ടോ.
പിന്നെ കാരണം വലിയ വിലയൊന്നും കാണത്തില്ല. പിന്നെ മാനേജർ എൻ്റെ പരിചയക്കാരനുമാണല്ലോ, അയാൾ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് തരും, നമുക്ക് നോക്കാമെന്നേ എന്ന് സച്ചി പറയാം. ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പം, അതെ സച്ചേട്ടാ അച്ഛനെയും അമ്മയും കൂട്ടി ക്ഷേത്രത്തിൽ പോകണമെന്ന് അച്ഛമ്മ പറഞ്ഞതല്ലേ, പെട്ടെന്ന് പോയിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. ശരിയാണല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവരെ കൂട്ടി ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം കാർ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട, സച്ചേട്ടൻ പോയി കാർ മേടിച്ചിട്ട് വാ, കാറ് പൂജിക്കാൻ എന്തായാലും ക്ഷേത്രത്തിലോട്ട് പോകണമല്ലോ, അപ്പോൾ അച്ഛനെയും അമ്മയും കൂടെ കൂട്ടാലോ, പിന്നെന്താ. എന്നാൽ ശരി, നീ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി റെഡിയാക്കാൻ പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധി കടയിൽ ഒരു മൾട്ടി മില്യണർ ആകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. അങ്ങനെയുള്ള നീ എന്നെ കടക്കാരനാക്കരുത്, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ആയുസും സമ്പത്തൊക്കെ തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥന. വിളക്ക് കത്തിച്ചിട്ട് ഭഗവതിയുടെ മുന്നിൽ നിന്ന് അപ്പോഴേക്കും മിസ്റ്റർ സുധി എന്നും പറഞ്ഞൊരു വിളി. ദേവി നീ എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. ദേവിയല്ല ഞാനാ വിളിച്ചതെന്ന് പറഞ്ഞ് സൈഡിൽ നിന്ന് ഒരു അശരീരി നോക്കുമ്പോൾ ഒരു ആളിങ്ങനെ വന്ന് സുധിയെ വിളിക്കുക. അപ്പോൾ സാറിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് സുധി അങ്ങോട്ടേക്ക് ചെന്നു. എനിക്കൊന്നും വേണ്ട, ഞാനിത് തരാൻ വേണ്ടി വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചു. നിങ്ങളിത് തുറന്നു നോക്കാൻ അദ്ദേഹം പറയാം കേട്ടോ. അപ്പോൾ സുധി അത് വാങ്ങിച്ചു. അപ്പോൾ ലെറ്റർ ആണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. സുധി അപ്പുറം മാറി നിന്ന് ഇങ്ങനെ ഇത് തുറന്നു നോക്കി വലിയ കാര്യമായിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ആ സമയത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ട് നമ്മുടെ സുധി ഞെട്ടിപ്പോയി. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും അന്നും പറഞ്ഞായിരുന്നു ആ ഒരു ലെറ്റർ. അപ്പോൾ അതാരാ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക. സുധി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിന്ന് ആളിനെ കാണാനുമില്ല. പുറകെ വാല സുധിക്ക് വലിയ ഇടിവെട്ട് പണികൾ വന്നുകൊണ്ടേ ഇരിക്കുക. സുധിയാണ് പേടിച്ച് പറിച്ചിങ്ങനെ ഇതിലെല്ലാം നോക്കുക കേട്ടോ. ഇതാരാന്ന് ഓർത്തോണ്ട് അതിലെല്ലാം തപ്പി നടന്നു. അപ്പോൾ അയാളെ പിന്നെ കണ്ടതേ ഇല്ല അവിടെ. വെറുതെ നേരം വെളുത്തോരോ മനസമാധാനക്കേട് കൊണ്ട് വന്നേക്കുക. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പേപ്പറും പിടിച്ച് അതിനകത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴാണ് ശ്രുതിയും മീരയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവർ രണ്ടുപേരും കൂടെ കയറി വന്നപ്പം ശ്രുതി ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. ഇത് കണ്ടപ്പോൾ മീര, നിൻ്റെ ഹസ്ബൻഡ് ഡീ തിങ്കിങ്ങിലാണല്ലോ എന്ന് മീര പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് മീരയും കൂട്ടിക്കൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞെട്ടലോടെ ശ്രുതി തിരിഞ്ഞു നോക്കി. ഞാനാ, എന്തിനാ ഇങ്ങനെ ഭയക്കുന്നതെന്ന് ചോദിച്ചു. ഇത് നോക്കിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ശ്രുതി അത് വായിച്ചു. അപ്പോൾ ശ്രുതി ഇത് വായിച്ചു കഴിഞ്ഞപ്പം ഇതാരാ ശ്രുതിക്ക് തന്നേന്ന് ചോദിച്ചു. ഒരാൾ ഇവിടെ വന്ന് ലെറ്റർ തന്നു, എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ഇവിടുന്ന് പോവുകയും ചെയ്തു. ആരാണെന്നൊന്നും എനിക്കറിയില്ല, അയാളെ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മീര. ശ്രുതിക്കും പേടിയായി. എൻ്റെ കൂടെയുള്ളവർ കാരണം ആപത്ത് വരുമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല എന്താവുന്നു. ഈ കടയിലുള്ള ആരെങ്കിലും ആയിരിക്കോ അതോ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കോ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയോട് ചോദിക്കുക കേട്ടോ. ഇനി അതുമല്ല വേറെ ആരെങ്കിലും കാരണമായിരിക്കും എനിക്ക് ആപത്ത് വരിക എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആകെ ഇതാവുക. അപ്പോൾ മീര ഇങ്ങനെ അടുത്ത് നിൽക്കുമല്ലേ. ശ്രുതി മീര ഇങ്ങനെ നോക്കുന്നു, ശ്രുതി അന്നേരം മീരയെ നോക്കുന്നു. അപ്പോൾ ശ്രുതി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എന്നെ സംശയമുണ്ടോ എന്ന് മീര ചോദിച്ചു കേട്ടോ. അല്ല, ആരെ വേണമെങ്കിലും സംശയിക്കാം, ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന കാലമൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ്. ശ്രുതി ആരെയോ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാന്നേ, ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ ശ്രുതി പറയുമ്പം സീരിയസാ ഇതാരോ എനിക്ക് വാർണിംഗ് തന്നതാന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപകടം മണക്കുന്നുണ്ട് ശ്രുതി, ഉറപ്പാ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മീരയ്ക്ക പൂർത്തിയായി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും സംശയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ അവിടെ ഉള്ളവരെയൊക്കെ നോക്കുക. എന്നിട്ട് ജോലിക്കാർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കും. നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല സാർ എന്നവർ പറഞ്ഞു. നിങ്ങൾ സീരിയസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ, എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാം. എന്താ നിങ്ങളുടെ പ്ലാൻ, എന്നെ അപകടപ്പെടുത്താൻ പ്ലാൻ ചെയ്യല്ലേ രണ്ടാളും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സാർ എന്നതൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിന്നവരെ. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതിരുന്നേ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ശ്രുതി അവരെ പറഞ്ഞു വിട്ടു. ശ്രുതി ഇങ്ങ് വന്നതെന്ന് പറഞ്ഞു. ശ്രുതിയെ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തി. ശ്രുതി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് നല്ല ടെൻഷനുണ്ട് ശ്രുതി, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്നും സംഭവിക്കില്ല. ശ്രുതി ഇങ്ങനെ ടെൻഷൻ ആവാതെ ഒന്ന് റിലാക്സ് ചെയ്യുക, അവിടെ ഇരുന്നേ ഇരിക്കുക ശ്രുതി, അവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ശ്രുതിയെ പിടിച്ച് ശ്രുതി അവിടെ ഇരുത്തി. അപ്പോൾ മീര ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് ആരായിരിക്കും ഈ ലെറ്റർ കൊടുത്തതെന്ന് ചോദിക്കുക. അപ്പം അറിയില്ല ആരാണെന്ന് എന്താണെന്നൊന്നും. അതേ ലെറ്റർ കൊടുത്തു വിട്ടത് നവീൻ ദാസ് ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ടെൻഷനായി. അവനെന്തിനാ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുക്കുന്നത്, ഇനി നീലിമ എങ്ങാനും ആയിരിക്കുമോ? അതിനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മീരയോട് പറയും കേട്ടോ. അങ്ങനെ ഈ ഒരു എന്നാ പറയുന്നത്, ഈ ഒരു അജ്ഞാത കത്തുകൊണ്ട് അവർ രണ്ടുപേരും ശരിക്കും പേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് സച്ചി കാറുമായിട്ട് വരിക.
അപ്പോൾ രേവതി അവിടെ നിൽക്കുന്നു. സച്ചിയേട്ടൻ പറയാൻ പറഞ്ഞു. രേവതിയെ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോൾ രേവതി ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ കാറ് വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചു. എടി കാറ് വാങ്ങിക്കാതെ പിന്നെ കാർ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കില്ല, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. എങ്കിൽ സച്ചിയേട്ടൻ്റെ അകത്തേക്ക് വരാൻ പറഞ്ഞു രേവതി. എടി അകത്തേക്ക് എനിക്ക് കാർ ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ, നീ എല്ലാവരും കൂട്ടി മുറ്റത്തേക്ക് വരാൻ പറഞ്ഞു. ശരി ഞാൻ വരാവേ എന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി സുന്ദരക്കുട്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഓരോരുത്തരെ പോയി നമ്മുടെ രേവതി വിളിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ പറഞ്ഞ് അകത്ത് നിൽക്കും കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നീ തന്നെ വരണ്ട, ചന്ദ്രയും കൂട്ടി വരാൻ പറഞ്ഞു. അയ്യോ എനിക്കിവിടെ ജോലിയുണ്ടമ്മേ എന്ന് ചന്ദ്ര. എൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ നിനക്ക് ജോലിയല്ല പലതും കാണുമെന്ന് എനിക്കറിയാമെന്ന് അമ്മ എന്നേരം പറയുക. നിനക്ക് എന്ത് ജോലി എവിടെ ഉള്ളതെന്ന് അമ്മ എന്നേരം ചന്ദ്രയോട് ചോദിച്ചു. ഞാൻ ഡാൻസ് സ്കൂൾ നടത്തുന്നില്ലേ അമ്മേ? പഠിക്കാൻ ആൾ വരാത്തത് കൊണ്ട് അതിന് പൂട്ടിയില്ലേ? അപ്പോൾ പൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ തൽക്കാലം പോകുന്നില്ലെന്നേ ഉള്ളൂ. ചന്ദ്ര ഇങ്ങനെ പറയുമ്പം കുട്ടികളും ഇല്ല ടീച്ചറും ഇല്ല, പിന്നെ അതെങ്ങനെ സ്കൂളാകുമെന്ന് അമ്മ ചോദിക്കാം. ഞാൻ ഇനി മുതൽ പോകും, ഒന്ന് ഉഷാറാക്കി എടുക്കണം എനിക്ക്. നീ ആക്കും ഉഷാറാക്കും എന്നും പറഞ്ഞ് നിൽക്കുക അവിടെ അമ്മ. വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ട കേട്ടോ. എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടുപേരും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. കുറച്ച് ദിവസം അവിടെ താമസിക്കാമെന്നും. അപ്പോഴേക്കും സച്ചേട്ടൻ കാർ എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, ഇതേ കാറുമായിട്ട് വന്ന അച്ഛമ്മയെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്ര ഞെട്ടി. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കാർ വാങ്ങിച്ച മോളെ എന്ന് രവേട്ടൻ ചോദിച്ചു. വാങ്ങിച്ചാ പുറത്തുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പോകാമെന്നും പറയാം. എടാ ശ്രീകാന്ത് നിങ്ങൾ രണ്ടുപേരും വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്ക് ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വർഷം പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി കാറ് വാങ്ങിച്ചല്ലേ, അപ്പോൾ വാങ്ങിച്ചൂടി എന്ന് പറഞ്ഞു വർഷയോട്. സന്തോഷം കൊണ്ടാ തോന്നും എയർപ്ലെയിനാണ് വാങ്ങിച്ചതെന്ന്. വേണമെങ്കിലേ എയറോപ്ലെയിൻ വാങ്ങിച്ച് നിന്റെ തലയെ കൊണ്ടുവന്ന് നിർത്തും, കാണണോ നിനക്കെന്ന് അച്ഛമ്മ അന്നേരം ചന്ദ്രമതിയോട് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എപ്പോഴേയും കുശുമ്പാണ് പറയുള്ളൂ ചന്ദ്ര. മക്കൾ ഒന്ന് രണ്ട് അടി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അതിനൊന്നും ചന്ദ്രയ്ക്ക് മറുപടിയില്ല. ചന്ദ്ര ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രവിയേട്ടൻ സത്യമാണെന്നും പറഞ്ഞു അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മോൻ്റെ കാറ് ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ കാറ് കാണാൻ പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അച്ഛമ്മ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അച്ഛമ്മേ ദേ ഇതാ കാറ് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. പിന്നെ ഇഷ്ടമാവാതെ എനിക്കിഷ്ടമാകാതിരിക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനിത് പുതിയതൊന്നും അല്ലല്ലോ, പഴയതല്ലേ എന്ന് ചന്ദ്രമതിയുടെ വക ഒരു ചോദ്യം. എനിക്കിതിപ്പോൾ പുതിയ കാറ് പോലെ തന്നെയാണെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക ചന്ദ്ര. ഇപ്പോൾ 2 കാറായി നിങ്ങൾക്ക് സന്തോഷമായിടാ അച്ഛമ്മയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് പറയുക കേട്ടോ. അന്നേരം അച്ഛനും അതേന്ന് പറഞ്ഞു. ഇത് സെക്കൻഡ് ഹാൻഡ് കാറാണെന്ന് പറയില്ല, പുതിയ കാർ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്തെ. താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അച്ഛമ്മേ ഈ കാറ് രേവതിയുടെ സെലക്ഷനാണ്, അപ്പോൾ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നതാണെന്ന് പറഞ്ഞു. സച്ചേട്ടാ ഇനി നിങ്ങളും കുറേ കാർ വാങ്ങണം, എന്നിട്ട് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങാടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്ന് കളിയാക്കി ഒരു ചുമ. അപ്പോൾ അച്ഛമ്മ ചോദിച്ചു എന്താടി? ഒന്നുമില്ല, ഒന്ന് ചുമച്ചതാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കി പറയുമ്പോൾ അച്ഛമ്മയുടെ കയ്യിൽ ചുമയ്ക്കുള്ള മരുന്നില്ലേ അതങ്ങ് കൊടുക്കാൻ പറഞ്ഞു സച്ചി. അന്നേരം അവൾക്ക് മരുന്ന് കൊടുക്കാൻ നിന്നാലേ അതിനേ നേരം കാണത്തുള്ളൂ, അത് വിട്ട് കളയടാ എന്ന് പറഞ്ഞിങ്ങനെ അമ്മ പറഞ്ഞു. എന്ന് പറഞ്ഞു ചന്ദ്രമതിയുടെ ഒരു തലയാട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ വർഷയ്ക്കും അച്ഛനൊക്കെ ചിരിയാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ 2 കാറ് വാങ്ങി, അത് 4, 6, 8, 10 എന്നിങ്ങനെ കൂടി വരണം കേട്ടോ. നീ വിചാരിച്ച അത് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുമ്പം അമ്മ അവൻ്റെ കൂടെയുള്ളത് നമ്മുടെ രേവതി മോളല്ലേ, അപ്പോൾ പിന്നെ 10 അല്ല 20 അല്ല ഒരുപാട് കാർ അവന് വാങ്ങിക്കാൻ പറ്റും എന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്നു. അതിനൊക്കെ ചന്ദ്രൻ നിന്ന് ഗോഷ്ഠി കാണിക്കുക അവിടെ നിന്ന്. അപ്പം നല്ലൊരു ആശയുള്ള മോളെ അല്ലേടാ എൻ്റെ മോന് കിട്ടിയത്, ഇവള് വന്നതോടെ അവൻ്റെ തലവര തന്നെ മാറിയില്ലേടാ എന്നൊക്കെ പറയുക. എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ രേവതിയെ നോക്കുന്നു. രേവതി ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടി ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഇതൊക്കെ അറപ്പ് പോലെ. ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അച്ഛമ്മേ കാറിൻ്റെ കീ എന്നും പറഞ്ഞ അച്ഛമ്മയുടെ കയ്യിലേക്ക് സച്ചി എടുത്ത് കൊടുക്കുമ്പം ഇതിനാണ് എനിക്ക് തന്നെ ഞാനാണോ കാർ ഓടിക്കുന്നതെന്ന് ചോദിച്ചു. അതല്ല അച്ഛമ്മ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഈ കീയെ രേവതിക്ക് കൊടുക്കാൻ പറഞ്ഞു സച്ചി. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മേടിച്ചു. അമ്മ പ്രാർത്ഥനയോടെ അത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊക്കെ കണ്ട് ചന്ദ്രമതിക്ക് അങ്ങ് ദഹിക്കണില്ല. ചന്ദ്രമതിയാണെങ്കിൽ നിന്ന് പഴയ ചന്ദ്രമതിയെക്കാളും പുതിയ ചന്ദ്രമതിക്ക് ചെറിയ ആംഗ്യഭാഷയിലുള്ള ഗോഷ്ഠി കാണിക്കലൊക്കെ ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി അത് സച്ചിയുടെ കയ്യിലേക്ക് മനസ്സ് നിറഞ്ഞു കൊടുക്കുക. അപ്പോൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യുക, അച്ഛനെയും അമ്മയെയും കൂട്ടി ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛമ്മയും കൂടെ വരാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ വരുന്നില്ലടാ, നിങ്ങൾ ഇവരെയും കൂട്ടി പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛമ്മയെ കാറ് പൂജിക്കണം, അച്ഛമ്മ അവിടെ വേണ്ടേ, വാ അച്ഛമ്മേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക സച്ചി. എടാ എന്തൊരു മണ്ടനാടാ നീ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ. അപ്പോഴേക്കും നിനക്ക് കാര്യം മനസ്സിലാകുന്നില്ലേടാ എന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ രവിയേട്ടന് കാര്യം മനസ്സിലായി.
രേവതി ഇവനെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് എന്നെ സച്ചേട്ടാ വാ, അച്ഛനും അമ്മയും മാത്രം കൂട്ടിയാൽ മതി എന്ന് രേവതി പറഞ്ഞു. അത് അച്ഛമ്മയും കൂട്ടിയാന്ന് ചോദിക്കുമ്പോൾ രേവതി അന്നേരം ഓ സച്ചേട്ടാ എൻ്റെ ഇവൻ്റെ കാര്യം കഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം അച്ഛമ്മയും മിണ്ടാണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. ഓ അപ്പോൾ അത് അച്ഛമ്മ വരണ്ട, ഇവർ രണ്ടുപേരും വരട്ടെ, ഇവർ രണ്ടുപേരും മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. നിനക്കല്ലെങ്കിലും എല്ലാം വൈകിയേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ പറയുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാ ചെല്ല് എന്ന് പറഞ്ഞാൽ അച്ഛമ്മ എന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടു. ഇവരെല്ലാവരും കൂടെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വണ്ടിയിൽ കയറാനും തുടങ്ങി. അപ്പോൾ രവിയുടെ ഫ്രണ്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ രവിയോട് പുറകിലിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്രയോടും പുറകിലിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി മോളെ നീ പോയി മുന്നിലിരിക്കുന്നു പറഞ്ഞിട്ട് അച്ഛമ്മ രേവതിയെ കൊണ്ട് മുന്നിലിരുത്തിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.